ഈ ലഹരി കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സ്റ്റേഷൻ ജാമ്യം ലഭിച്ച അഭിരാജ് സംസാരിച്ചു. ഇത് തനിക്ക് മേൽ കെട്ടിച്ചമച്ചതാണ്. യഥാർത്ഥ പ്രതികൾ ഓടി രക്ഷപ്പെട്ട രണ്ടുപേരാണ്. അവരുടെ പിന്നാലെ പോലീസ് പോകാൻ തയ്യാറാകുന്നില്ല. തനിക്ക് മേൽ രാഷ്ട്രീയ പ്രേരിതമായി ഇത് കെട്ടിവെക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണമാണ് അഭിരാജ് ഉന്നയിച്ചത്. SFIക്കെതിരെ മോശമായ പ്രചാരണം നടത്താൻ വേണ്ടി ബോധപൂർവം ഉണ്ടാക്കിയ ഒരു അഭിരാജിന് മേൽ കെട്ടിച്ചമച്ച ഒന്നായി ഈ വിഷയത്തെ കാണുന്നു എന്ന നിലയ്ക്കാണ് SFIയുടെ പ്രതികരണം. ക്യാമ്പസിലെ SFI ഭാരവാഹികളാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് പരാതിയുമായി മുന്നോട്ട് പോകാൻ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും അടക്കം പരാതി നൽകാനുള്ള തീരുമാനമുണ്ട് എന്നും അഭിരാജ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് അറിയിച്ചു. യഥാർത്ഥത്തിൽ ഓടി പോയവർ ആ സ്ഥലത്ത് നിന്ന് പോലീസിനെ കണ്ടപ്പോൾ ഓടി രക്ഷപ്പെട്ടവർ അവർ KSUവിന്റെ ഭാരവാഹികളാണ്. KSU പാനലിൽ മത്സരിച്ചവരാണ്. അവരെ കണ്ടുപിടിക്കുന്നതിനോ അവർക്കെതിരെ മൊഴി ലഭിച്ച ഒരു പശ്ചാത്തലത്തിലോ ഒരു നിലയ്ക്കും പോലീസ് അവരെ കണ്ടുപിടിക്കുന്നതിനൊരു ഈ ഒരു ഘട്ടത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. തനിക്ക് മേൽ ഇത് കെട്ടിച്ചമയ്ക്കുന്നതിന് അല്ലെങ്കിൽ ഈ കേസ് കെട്ടിവെക്കുന്നതിനാണ് ശ്രമിച്ചത്. താൻ നിരപരാധിയാണ് എന്നതാണ് അഭിരാജ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത്. അർച്ചന അവിടെ നിന്നും ചേരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യെസ്, എന്തായാലും ഇന്ന് രാവിലെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നത്. ഇതിൽ ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത് അഭിരാജിനും മറ്റൊരു വിദ്യാർത്ഥിക്കുമാണ്. 3 വിദ്യാർത്ഥികളാണ് ഇന്ന് രാവിലെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത്. പക്ഷേ ഓടി രക്ഷപ്പെട്ട 2 പേരുണ്ട്. പോലീസിനെ കണ്ട് അവർ KSUവിന്റെ ക്യാമ്പസിലെ ഭാരവാഹികളാണ്. KSU പാനലിൽ മത്സരിച്ച 2 പേരാണ്. അവരുടെ പേര് എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അഭിരാജും ക്യാമ്പസിലേക്ക് SFIയുടെ ഭാരവാഹികളും യൂണിറ്റ് പ്രസിഡന്റ് സെക്രട്ടറി അടക്കമുള്ളവർ മാധ്യമങ്ങളെ കാണുന്നുണ്ടായിരുന്നു. ഏത് നിലയ്ക്കുള്ള പരിശോധനയ്ക്കും വൈദ്യപരിശോധന അടക്കമുള്ള കാര്യങ്ങൾക്കും താൻ വിധേയനാകാൻ തയ്യാറാണ് എന്നും ഈ ഒരു ഘട്ടത്തിൽ അഭിരാജ് പറഞ്ഞു വെക്കുന്നുണ്ട്. അത് SFIയുടെ ഏത് ഭാരവാഹികളും ആ നിലയിൽ ഇപ്പോൾ പരിശോധനയ്ക്ക് വിധേയരാകാൻ തയ്യാറാണ് എന്ന് SFI ഏരിയ സെക്രട്ടറിയും സംസാരിക്കുന്നു. അർച്ചന വിനോദ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർച്ചന, അഭിരാജിന് ജാമ്യം ലഭിച്ചതിന് ശേഷം മാധ്യമങ്ങളെ കാണുമ്പോൾ തനിക്ക് മേൽ ഇത് കെട്ടിവെക്കാൻ ബോധപൂർവം നടന്നൊരു നീക്കം, അതിനപ്പുറത്തേക്ക് KSUവിന് ഈ ക്യാമ്പസിൽ ലഹരി ഇപ്പോൾ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള പങ്ക് അത് അന്വേഷിക്കാൻ തയ്യാറാകാത്ത പോലീസിനെതിരെയും ഇപ്പോൾ പരാമർശങ്ങളുണ്ട്. കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് SFIയുടെ ഭാരവാഹികൾ ഒപ്പം അഭിരാജും പറഞ്ഞത്? കാവ്യ, പ്രധാനമായും ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങളാണ് അവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഇതിൽ യാതൊരുവിധ പങ്കുമില്ല എന്ന് അഭിരാജ് ഉൾപ്പെടെയുള്ള ആളുകൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഈ പിടിയിലായ 3 പേർക്കും ഇതുമായി ബന്ധമില്ല എന്നാണ് അഭിരാജ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഈ മറ്റ് 2, അതായത് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ആളടക്കം ഇത്തരത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് തങ്ങളെപ്പോലെ തന്നെയും സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നടക്കുന്നയാളാണ്. അവരൊന്നും ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകളല്ല എന്നാണ് അഭിരാജ് പറഞ്ഞത്. അഭിരാജ് ഇന്നലെ ഇത്തരത്തിൽ കോളേജിൽ ഇന്ന് നടക്കുന്ന ഹോളിഡേ പരിപാടിയുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് കൊടി തോരണങ്ങളെല്ലാം തന്നെ തൂക്കാനായിട്ടും അത്തരം പ്രവർത്തനങ്ങൾക്കുമായി കോളേജ് ഈ ഹോസ്റ്റലിന് പുറത്തായിരുന്നു. ഈ ഹോസ്റ്റലിനകത്ത് ഇത്തരത്തിൽ പരിശോധന നടക്കുന്നുണ്ടെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അഭിരാജും സംഘവും ഇങ്ങോട്ടേക്ക് എത്തുകയും തുടർന്ന് അഭിരാജിന്റെ മുറിയാണോ ഇതെന്ന് ചോദിച്ച് പോലീസ് ഇയാളോട് സംസാരിക്കുകയായിരുന്നെങ്കിൽ അഭിരാജിന്റെ മുറിയിൽ നിന്നാണ് ഇത് കണ്ടെത്തിയതെന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറി ആക്രോശിച്ചുകൊണ്ടാണ് പോലീസ് ഇടപെട്ടതെന്നാണ് അഭിരാജ് പറയുന്നത്. മാത്രമല്ല, തങ്ങൾ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ തങ്ങളുടെ സുഹൃത്തുക്കളോ ആരും ലഹരി ഉപയോഗിക്കുന്ന ആളുകളല്ല, ആരോ ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്നാണ് അഭിരാജ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് സംബന്ധിച്ച് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ മുറി ആകെ അലങ്കോലപ്പെടുത്തിക്കൊണ്ടാണ് അഭിരാജ് കണ്ടത്. ഈ അലമാരയിലാണ് ഇത്തരത്തിൽ ഈ കഞ്ചാവ് സൂക്ഷിച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. എന്നാൽ അത്തരത്തിൽ അലമാരയിലോ തങ്ങളുടെ മുറിയിലോ ഈ കഞ്ചാവ് സൂക്ഷിച്ചിട്ടില്ല. മാത്രമല്ല, തങ്ങൾ ആരും ഇത് ഉപയോഗിക്കുന്ന ആളുകളല്ല എന്ന് അഭിരാജ് ആണയിട്ട് പറയുകയാണ്. എന്തായാലും ഇത് സംബന്ധിച്ച് പോലീസ് ഈ 3 പേർക്കെതിരെയാണ് ആദ്യം പിടികൂടിയത്. മാത്രമല്ല, ഈ സമയങ്ങളിൽ പോലീസിനെ കണ്ട് 2 പേർ ഇറങ്ങി ഓടിയിരുന്നു. അതിൽ പ്രധാനമായും ആദിൽ, അനന്തു, ഈ പേരുകളാണ് അല്പസമയം മുൻപ് അഭിരാജ് പറഞ്ഞത്. ഇവർ സംഘടനാ തലത്തിൽ പ്രവർത്തിക്കുന്നയാളാണ്. KSU ഭാരവാഹിത്വത്തിൽ ഇരിക്കുന്ന 2 പേരാണ്. ഇവരാണ് ഇത്തരത്തിൽ പോലീസിനെ കണ്ട് ഓടിപ്പോയതെന്നാണ് അഭിരാജ് പറയുന്നത്. ഇത് പോലീസിനോട് പറഞ്ഞിരുന്നു. എന്നാൽ പോലീസിനോട് പറയുകയും ഇവർക്ക് ഇതിൽ പങ്കുണ്ടെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നുണ്ട്. ആകാശം ഇത് സംബന്ധിച്ച് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് അഭിരാജ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കാണ് ഇതിൽ പങ്ക്, അതായത് ഈ പോലീസിനെ കണ്ട് ഓടിപ്പോയവർക്കാണ് ഈ കഞ്ചാവുമായി ബന്ധപ്പെട്ട് പങ്കുള്ളതെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. ഇവർ നേരത്തെയും ഇത്തരത്തിൽ
ഇങ്ങനെ ഉപയോഗിക്കുന്നതായും ഇത്തരത്തിൽ കഞ്ചാവ് സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. എന്തായാലും അതിലെല്ലാം തന്നെ അന്വേഷണം നടക്കേണ്ടതുണ്ട്. എന്തായാലും പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ഇപ്പോൾ ആകാശാണ് ഇത് സംബന്ധിച്ച് ആദിലിന്റെയും അതുപോലെ അനന്തുവിന്റെയും പേര് പറഞ്ഞിരിക്കുന്നത്. അവർ ഈ സംഭവം പോലീസിനെ കണ്ട ഉടനെ ഓടിപ്പോയതിലടക്കം ഇവർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരാണോ ഇത്തരത്തിൽ ഇതിന് പിന്നിലെന്നടക്കമുള്ള കാര്യങ്ങളും സംശയമായി ഇവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇനി പരിശോധിക്കേണ്ടത് പോലീസാണ്. പോലീസ് നിലവിൽ ആകാശിനെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ആകാശിനെ അല്പസമയത്തിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കും. എന്തായാലും ആകാശിനെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്, ആകാശിൽ നിന്ന് മൊഴി എടുക്കുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇവരിലേക്ക് കൂടി അന്വേഷണം നീങ്ങുമോ എന്താണ് പ്രധാനമായും അറിയാനുള്ളത്. ഇത്തരത്തിൽ ഈ മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ അനന്തവും ആദിലും ഈ ഭാരവാഹിത്വത്തിൽ കേസുവിന്റെ ഭാരവാഹിത്വത്തിലിരിക്കുന്ന ആളുകളെന്ന് പറയുന്ന ഈ അനന്തവും ആദിലേക്കും അന്വേഷണം നീളുമ്പോൾ എന്താണ് ഇനി പ്രധാനമായും അറിയേണ്ടത്. എന്തായാലും അഭിരാജും ആദിത്യനും ഈ രണ്ട് വിദ്യാർത്ഥികളാണ് നിലവിൽ ജാമ്യം ലഭിച്ചത്. അഭിരാജ് അല്പം വൈകാരികമാണ് പ്രതികരിച്ചത്. അതായത് അവസാന വർഷ വിദ്യാർത്ഥിയാണ്, സപ്ലി അടക്കമുണ്ട്, അതൊക്കെ എഴുതിയെടുത്ത് വീണ്ടും ജോലിക്ക് ശ്രമിക്കുകയാണ്. അതിനിടെയാണ് ഇത്തരത്തിലൊരു ആരോപണം തനിക്കെതിരെ ഉയർന്നു വരുന്നത്. ഇത് വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്നതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് വിദ്യാർത്ഥികളടക്കം ബാധിക്കുന്ന രീതിയിലേക്ക് ഈ വിഷയം മാറും. അതുകൊണ്ട് തന്നെ ഇത് ഒരു വലിയ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങാതെ, അതായത് ആരാണോ ഇതിൽ പിന്നിൽ പ്രവർത്തിച്ചത് അത്തരം കാര്യങ്ങളിലേക്കാണ് എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നീങ്ങുന്നത്. എന്തായാലും മാനസികമായി ശാരീരികമായി എല്ലാം തന്നെ ഈ അഭിരാജ് അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അഭിരാജിനോട് ചോദിക്കാനും കഴിഞ്ഞിട്ടില്ല. എന്തായാലും അഭിരാജ് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൽ കൂടുതൽ ആളുകൾക്ക് ഇതിൽ പിന്നിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടെന്നടക്കമുള്ള കാര്യങ്ങളാണ് എന്തായാലും അഭിരാജ് സംശയമായി ഉന്നയിക്കുന്നത്. കാവ്യ. ശരി അർച്ചന, യഥാർത്ഥ പ്രതികൾ ഇപ്പോൾ പിടിയിലായവരല്ല, അല്ലെങ്കിൽ ജാമ്യം ലഭിച്ചവരല്ല എന്ന നിലയിലാണ് ഇപ്പോൾ അഭിരാജും പ്രതികരിച്ചത്. ഒപ്പം തന്നെ SFIയുടെ ഒരു ഭാരവാഹികൾക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു പങ്കുമില്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ട എന്നതാണ് SFIയുടെ ഭാരവാഹികൾ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചത്.